എടാ 25 കൂടി കേട്ടോ, എണ്ണി പിഴുതോ. 25 ആകുമ്പോ നോക്ക്, പോരെങ്കിൽ 1-2 കൂടെ പിഴുതോ. മതിയെങ്കിൽ എന്നെ ഒന്ന് വിളിക്കും. എങ്ങോട്ടാ? മതി, എനിക്ക് വയ്യ ഇങ്ങനെ വല്ലവരെയും പറ്റി ആലോചിച്ച് മനസ്സ് വിഷമിക്കാൻ. ആരാണ്ട് പറഞ്ഞോ? ആ തള്ള പിണങ്ങിപ്പോയതിന്റെ പാപദൂഷ്യം ഇപ്പോഴേ എന്റെ തലയില. ഇനി ആ പെണ്ണും കൂടെ പോയെന്നറിഞ്ഞ എല്ലാരും കൂടെ എന്നെ വെച്ചേക്കത്തില്ല. എല്ലാരും കൂടെ എന്തോ ചെയ്യും? അങ്ങ് ജീവി കളയോ? എന്നെ പ്രതി എനിക്ക് പേടിയില്ല. തന്തശത്ത് ഒരു കൊച്ചിവിടെ നിൽക്കുന്നു. ഇന്നെന്റെ നാക്കെ ചെത്തക്കേടാ. നിങ്ങൾ പോയി ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാ. മോളെ സുധേ, സുധേ, ആ പാത്രത്തെ കാപ്പി എനിക്ക് വെച്ചിരിക്കുന്നു, മോളിങ് എടുത്തോണ്ടൊന്ന് കൊടുക്ക. കാപ്പി കാപ്പി. മോളിന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, ഇന്ന് അവധിയാ. ആഹാ. മാർക്കെല്ലാം ഉണ്ടേ? മാർക്ക് അറിഞ്ഞിട്ടില്ല. ആ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓ, നീയും പോവും, എല്ലാരും പോവും. നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും സമാധാനമായിരുന്നു. എന്നാ അമ്മയ്ക്കും കൂടെ അങ്ങ് വന്നൂടെ? എന്തിനാ? അടിയും ചവിട്ടും കൊള്ളാതെ എനിക്ക് ഇവിടെങ്ങാനും കിടന്നുറങ്ങിക്കൂടായോ? സുഭാഷിണിയെ കവിഞ്ഞൊരു പെണ്ണ് ഈ ഭൂലോകത്തിലില്ല. എന്തിനാ അവള്? എവിടെ? ഓരോ വിളിച്ചാൽ വേണ. എന്റെ മോളെ, കമ്മി തല്ലിട്ടാണെങ്കിലും നീ ഇങ്ങനെ വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങോട്ട് വന്നാ മതി. പോട്ടെ അമ്മേ. എന്താ കഴക്കൂര്? അതേ പെണ്ണെ, ഇങ്ങോട്ട് കയറാൻ. എന്നെ കാണാനല്ല, വിളിച്ചോണ്ട് പോകാനാ വന്നത്. കയറടി. എടാ പോകാനാ. വന്നിരിക്കുന്ന ഇളിച്ചോണ്ട് 3 ദിവസം കൈയൊതുങ്ങി കിട്ടിയിട്ട് അവൻ വള്ളത്തെ കയറ്റി ഊന്നി ഇക്കരെ കൊണ്ടുവന്നിരിക്കുന്നു. ആശാജി അപ്പൊ മുമ്പിന്ന് എടാ മണ്ടം തകരെ, അവള് നിന്റെ കൂടെ തെരെ ചാടി വീണപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കി പെരുമാറിക്കൂടായിരുന്നോ? അതിന് തെരെ പിടിച്ചിട്ടപ്പോ സുഭാഷിണി എന്നെ വഴക്കു പറഞ്ഞല്ലോ. ആ എടാ പൂളെ, അതങ്ങനെ. ഇതൊക്കെ തന്റെ ശുഭലക്ഷണമാ. ഇവൻ ഇത് എവിടുന്ന് കയറി വന്നടാ? കഴിഞ്ഞത് കഴിഞ്ഞു.
എന്തെങ്കിലും നടക്കാനായിരുന്നേല് എമ്പേ നടന്ന് കഴിയാനുള്ളത്. അതെ അതെ, കല്ലുകൾക്ക് ചോദിച്ചുകൊണ്ട് വന്നേരെ. എന്തിനാ ചെലപ്പനാശാരി ഈ വേണ്ടാത്ത കളിക്കൊക്കെ പോണേ? ആ അപകടമാ. തകരയ്ക്ക് ബുദ്ധി ഉറക്കാത്തവനാ. അവൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും, പിന്നെ അത് കുഴപ്പമായി തീരും. കൊള്ളാം, അവനേക്കാ വലിയ പൊട്ടൻ. അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഏ അവനെന്തോ ചെയ്യാനാ? എങ്കിൽ പിന്നെ എന്തിനാ ഈ അതും ഇതും പറഞ്ഞു കൊടുത്ത്? അയ്യോടി യാമിൽ എന്താ വേണം? എപ്പോഴും ഓടിക്കറിച്ച് പറയാ വന്നാല്. കല്ലിയെടുക്കാൻ തയ്യൽ നിങ്ങൾ തീർത്ത് പറഞ്ഞാൽ മതി. അവനിപ്പൊ കല്ലുകെടുക്കലൊന്നും അല്ല വേണ്ടത്. എടാ മണ്ട, അവനിപ്പോഴാ ഓരോ വേണ്ടാതീനങ്ങളിൽ കമ്പം കയറി തുടങ്ങുന്നത്. ചിലർക്ക് അങ്ങനെ വൈകി വിഷം കയറും, ചിലർ അങ്ങനെ അങ്ങ് മച്ചിയായിട്ട് നിന്നും പോകും. ആശാരിക്ക് എന്തോ വേണം ഈ തകരയിലൊക്കെ വിഷം കയറ്റിയിട്ട്? ഏതായാലും പണ്ട് കണ്ട തകരയല്ലേ, തകര പച്ച പിടിക്കുന്നുണ്ടേ. ഒരു കണക്കിന് തകരയാ ഭാഗ്യവാൻ. അമ്മയും അച്ഛനും തമ്മി കീരിയും പാമ്പും പോലെ കഴിയുന്നതിനേക്കാൾ ഭേദമാണ് അമ്മയും അച്ഛനും ഇല്ലാതിരിക്കുന്നു. അതൊക്കെ സുഭാഷിനി എന്നോടുള്ള സ്നേഹം കൊണ്ട് വെറുതെ പറയുക. പിണങ്ങിയാലും ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനും എപ്പോഴും കാണാമല്ലോ. ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? സുഭാഷിനിക്ക് അറിഞ്ഞൂടാ എന്റെ വിഷമം. ആ അത് കള, നമുക്ക് വേറെന്തെങ്കിലും പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാഞ്ഞിട്ടല്ലയോ അവരിങ്ങനെ അക്കരെ ഇക്കരയായിട്ട് കഴിയുന്നത്? ആർക്ക് പോയി? ഏഴുപേരെ കൊന്നിട്ടുണ്ട് ഇവന്റെ അപ്പൂപ്പൻ. കേട്ടോതാരെ? 7 പേര്. അതേ പിന്നെ അപ്പന്റെ അപ്പൻ ഇവനെ വാങ്ങിച്ചോണ്ട് വന്നത്. സുഭാഷിനി ചുമ്മാ കള്ളം പറയുക. അപ്പൊ കള്ളം പറഞ്ഞ തകരയ്ക്ക് പിടി കിട്ടും. എടാ മണ്ടൻ തകരെ, അവള് നിന്റെ കൂടെ തെരെ ചാടി വീണപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കി പെരുമാറിക്കൂടായിരുന്നോ? തകരയ്ക്ക് വെള്ളത്തിൽ തലയും കുത്തി നിൽക്കാവോ? ആഹാ, പഠിച്ചു കളഞ്ഞല്ലോ. ഇനിയും കാണണോ? 100 എണ്ണുന്നത് വരെ അങ്ങനെ തലയും കുത്തി തന്നെ നിൽക്കണം കേട്ടോ.